നമസ്കാരം. PV അൻവർ ഉന്നയിച്ച അഴിമതി ആരോപണങ്ങളിൽ കഴമ്പില്ല. ADGP MR അജിത് കുമാറിന് അങ്ങനെ ഒരു ക്ലീൻ ചിറ്റ് നൽകുന്ന റിപ്പോർട്ടാണ് അന്വേഷണ സംഘം അന്തിമമാക്കിയിരിക്കുന്നത് എന്നതാണ് പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം. ഇത് വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറി എന്ന് തന്നെയാണ് സൂചന. അനധികൃത സ്വത്ത് സമ്പാദനം, കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം, കുറുവൻകോണത്തെ ഫ്ളാറ്റ് വിൽപ്പന, മലപ്പുറം SP-യുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറി എന്നീ ആരോപണങ്ങളിലൊക്കെയാണ് ഈ കുറ്റവിമുക്തി ലഭിച്ചിരിക്കുന്നത്. റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത വിശദമായി തന്നെ പരിശോധിക്കുമെന്നാണ് അറിയുന്നത്. അതിനുശേഷം സർക്കാരിന് കൈമാറും. യോഗേഷ് ഗുപ്തയും ഈ റിപ്പോർട്ടിന് എതിർത്ത് ഒന്നും പറയില്ല എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ. ഒരു ആരോപണത്തിലും കഴമ്പില്ല എന്നുള്ളതാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. റിപ്പോർട്ട് അതേപടി സർക്കാരിന് കൈമാറുമോ, കൂടുതൽ അന്വേഷണം ആവശ്യപ്പെടുമോ എന്നതൊക്കെയാണ് ഇനി നിർണായകമാകുന്നത്. അൻവറിന്റെ ആരോപണങ്ങളിലൊന്നും കഴമ്പില്ല, പരാതികൾ തെളിയിക്കാനുള്ള യാതൊരു രേഖകളും സമർപ്പിച്ചില്ല, അന്വേഷണത്തിലൊന്നും കണ്ടെത്താനായില്ല എന്നൊക്കെയാണ് റിപ്പോർട്ടിൽ പറയുന്നത്. വിജിലൻസ് പ്രത്യേക അന്വേഷണ സംഘത്തിലെ DYSP ആയിട്ടുള്ള ഷിബു പാപ്പച്ചന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിച്ചത്. DGP-യെ സ്ഥാനക്കയറ്റം നൽകാനുള്ള സർക്കാർ തീരുമാനത്തിന് പിന്നാലെയാണ് വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് വരുന്നത്. അതിവേഗം അന്വേഷണം പൂർത്തിയാക്കാൻ വിജിലൻസിന് സർക്കാർ നിർദ്ദേശവും ഒക്കെ നൽകിയിരുന്നതാണ്. കവടിയാറിലെ വീട് നിർമ്മാണത്തിനായി SBI-യിൽ നിന്ന് അജിത് 1.5 കോടി രൂപ വായ്പ എടുത്തിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. വീട് നിർമ്മാണം യഥാസമയം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നും സ്വത്ത് വിവര പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കുറവൻകോണത്ത് ഫ്ളാറ്റ് വാങ്ങി 10 ദിവസത്തിനുള്ളിൽ ഇരട്ടി വിലയ്ക്ക് മറിച്ചു വിറ്റുവെന്നും അതുവഴി കള്ളപ്പണം വെളുപ്പിച്ചുവെന്നുമുള്ള ആരോപണം ശരിയല്ലെന്ന് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. 2009-ലാണ് കോണ്ടൂർ ബിൽഡേഴ്സുമായി ഫ്ളാറ്റ് വാങ്ങാൻ 37 ലക്ഷം രൂപയ്ക്ക് കരാർ ഒപ്പിടുന്നത്. ഇതിനായി 25 ലക്ഷം രൂപ വായ്പ എടുത്തു. 2013-ൽ കമ്പനി ഫ്ളാറ്റ് കൈമാറി. പക്ഷേ സ്വന്തം പേരിലേക്ക് ഫ്ളാറ്റ് രജിസ്റ്റർ ചെയ്യാൻ വൈകി. 4 വർഷം താമസിച്ച ശേഷം 65 ലക്ഷം രൂപയ്ക്ക് ഫ്ളാറ്റ് വിൽക്കുന്നത് 2016-ലാണെന്നും കണ്ടെത്തിയെന്നുള്ളത് തന്നെയാണ് വിശദീകരണം. വിൽപ്പനയ്ക്ക് 10 ദിവസം മുമ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സ്വന്തം പേരിലേക്ക് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. 8 വർഷം കൊണ്ടുണ്ടായ മൂല്യവർധനയാണ് വീടിന്റെ വിലയിൽ ഉണ്ടായത്. സർക്കാരിനെ അറിയിക്കുന്നതടക്കം എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചെന്നും വിജിലൻസ് കണ്ടെത്തലുണ്ട്. കസ്റ്റംസിലെ ചിലരുടെ സഹായത്തോടെ കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കടത്തിന് മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ് ഒത്താശ ചെയ്തെന്നും ഇതിന്റെ വിഹിതം അജിത് കുമാറിന് ലഭിച്ചു എന്നുമായിരുന്നു മറ്റൊരു പ്രധാന ആരോപണം. എന്നാൽ സുജിത് ദാസിന്റെ കാലയളവിലാണ് ഏറ്റവും കൂടുതൽ സ്വർണം പിടികൂടിയതെന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ വരെ കേസുകളിൽ പ്രതി ചേർത്തിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുകയാണ്. മലപ്പുറം SP-യുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറിയിലും അജിത് കുമാറിനെ ബന്ധിപ്പിക്കുന്ന ഒന്നും കണ്ടെത്താനായിട്ടില്ലെന്ന് റിപ്പോർട്ടിലുണ്ടെന്നാണ് സൂചന. ഇതുൾപ്പെടെ എല്ലാ ആരോപണവും അങ്ങ് തള്ളുകയാണ്. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലൊക്കെ DGP നടത്തിയിട്ടുള്ള അന്വേഷണത്തെ തുടർന്നാണ് സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത്. തനിക്കെതിരായ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ, ലോൺ വിവരങ്ങൾ, കവടിയാറിലെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട രേഖകൾ തുടങ്ങിയവയൊക്കെ വിജിലൻസിന് കൈമാറിയിരുന്നു. മലപ്പുറം പോലീസ് മേധാവിക്ക് PV അൻവർ നൽകിയ പരാതിയുടെയും MR അജിത് കുമാർ നൽകിയ കത്തിന്റെയും അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിൽ സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകുകയായിരുന്നു. മൊഴിയെടുപ്പിൽ PV അൻവർ അജിത് കുമാറിനും സുജിത് ദാസിനുമെതിരെ ആരോപണങ്ങൾ ആവർത്തിക്കുകയും ചെയ്തു. ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണം ആവശ്യമാണെന്ന് പോലീസ് മേധാവി സർക്കാരിന് റിപ്പോർട്ട് നൽകി. റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിയതിന് പിന്നാലെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു ചെയ്തത്. എന്തായാലും അൻവറിന്റെ അറസ്റ്റും ജാമ്യവും ഒക്കെ കൂടിയായിട്ട് ആകെ ഒരു സംഭവ ബഹുലമാണ് കേരള രാഷ്ട്രീയം ഇപ്പോൾ. ഇതിന് പിന്നാലെയാണ് ADGP അജിത് കുമാറിന് ഇത്രയേറെ ക്ലീൻ ചിറ്റ് നൽകുന്നത്. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ഒരാൾക്ക് ക്ലീൻ ചിറ്റ് നൽകുകയല്ലാതെ വിജിലൻസ് എന്താണ് ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ള ചോദ്യം ഇവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. വിജിലൻസ് ഇതല്ല ഇതിനപ്പുറവും ചെയ്യുമെന്നുള്ളത് പൊതുസമൂഹത്തിന് നന്നായി വ്യക്തമായിട്ട് അറിയാം. എന്തായാലും PV അൻവർ UDF-ലേക്ക് പോവുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൂടി അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഈ തരം വിവരങ്ങളുടെ രേഖകൾ കൂടി പരിശോധിച്ചുകൊണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് UDF ഒരു വലിയ രീതിയിൽ തന്നെ ആക്രമണം അഴിച്ചുവിടുമെന്ന് ഉറപ്പാണ്. നന്ദി.